കാഞ്ഞങ്ങാട് മോനാച്ചയിലെ അജയ്നാഥിന്റെ ചികിത്സയ്ക്കായി സഹായ കമ്മിറ്റി സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി. മോനാച്ച വിവേകാനന്ദ ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചറാണ് കുടുംബത്തിന് ധനസഹായം കൈമാറിയത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കാഞ്ഞങ്ങാട് മോനാച്ചയിലെ അശോകൻ സതി ദമ്പതികളുടെ മകൻ 22 വയസ്സുകാരനായ അജയ്നാഥിന്റെ ചികിത്സയ്ക്കായി നാടൊന്നാകെ കൈകോർത്താണ് ധനസമാഹരണം നടത്തിയത്. 25 ദിവസം കൊണ്ട് 43,08,452 രൂപയാണ് സ്വരൂപിച്ചത്. ചികിത്സയ്ക്കായി ഡോക്ടർമാർ നിർദ്ദേശിച്ച 40 ലക്ഷം രൂപയാണ് അജയ്നാഥിന്റെ കുടുംബത്തിന് കൈമാറിയത്. മോനാച്ച വിവേകാനന്ദ ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വെച്ച് ചികിത്സാ സഹായ കൂട്ടായ്മയിൽ നിന്നും തുക ഏറ്റുവാങ്ങി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ചികിത്സാ ധനസഹായം കുടുംബങ്ങൾക്ക് കൈമാറി. ബാക്കി വന്ന തുകയിൽ നിന്ന് മോനാച്ച പ്രദേശത്ത് ചികിത്സയിലിരിക്കെ അകാലത്തിൽ മരണമടഞ്ഞ കുടുംബത്തെ സഹായിക്കുന്നതിന് 1 ലക്ഷം രൂപയും സ്വപ്ന അരയി, അന്തോഭായ് കാർത്തിക, മിനുക്കുട്ടി മോഹനൻ, വസന്ത ചന്ദ്രൻ, രാജേഷ് പുതിയപുരയിൽ, സജിത് ഉപ്പിലിക്കൈ എന്നീ 7 പേർക്കുമാണ് ചികിത്സാ സഹായം നൽകിയത്. സാധ്യമായി ഒന്നുമില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഈ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കക്ഷി രാഷ്ട്രീയവും ഒന്നും അതിനകത്തേക്ക് കലർത്താൻ അതിന്റെ ഒരു ചർച്ചയിൽ പോലും അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് ഗ്രൂപ്പുകളിലുള്ള ചർച്ചകളിലാവട്ടെ, നേരിട്ടുള്ള ചർച്ചകളിലാവട്ടെ, ഒരു സ്ഥലത്തും ഒരു വാക്ക് പോലും ആരും ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ അതിനെയൊന്നും വേഗത കുറക്കുന്ന രൂപത്തിലോ ഉള്ള ഒരു വാക്ക് പോലും ആരും പ്രയോഗിച്ചില്ല എന്നുള്ളതാണ്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി. സംഘാടക സമിതി വൈസ് ചെയർമാൻ സി കെ വത്സലൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് ചികിത്സാ സഹായ കോർഡിനേറ്റർ ഖലീഫ ഉദ്നൂറിനെ ആദരിച്ചു. സന്തോഷ് മോനാച്ച റിപ്പോർട്ടും സംഘാടക സമിതി ട്രഷറർ പ്രഭാകരൻ വാഴുന്നോറടി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജനപ്രതിനിധികളായ കെ വി സരസ്വതി, പി വി മോഹനൻ, സംഘാടക സമിതി അംഗങ്ങളായ എം ആനന്ദൻ, ബി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ പള്ളിക്കൈ രാധാകൃഷ്ണൻ സ്വാഗതവും സുരേശൻ മോനാച്ച നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.